ബുദ്ധിയുള്ളവർക്കാണ് സന്തോഷം കൂടുതലെന്ന് പലരും കരുതുന്നു. പക്ഷേ സത്യമെന്താണെന്നറിയാമോ? അത് പലപ്പോഴും മറിച്ചാണ്. കാരണം നിങ്ങളുടെ മനസ്സ് ഒരിക്കലും നിർത്താതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊരിക്കലും വിശ്രമിക്കില്ല. നിങ്ങൾ ജീവിതം വെറും അനുഭവിക്കുന്നില്ല, നിങ്ങളത് വിശകലനം ചെയ്യുകയാണ്. ഓരോ തീരുമാനം ഒരു ചക്രമായി മാറുന്നു. ഓരോ നിമിഷവും ഒരു ചോദ്യമായി, ഓരോ വികാരവും വേർതിരിച്ചു മനസ്സിലാക്കേണ്ട ഒന്നായി. മറ്റുള്ളവർ നിമിഷം ആസ്വദിക്കുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ആ നിരന്തരം ചിന്തിക്കുന്നത് അവസാനം ഓവർ തിങ്കിംഗ് ആകുന്നു. നിങ്ങൾ എല്ലാ സാധ്യതകളും കാണാൻ തുടങ്ങും. നല്ലത്, മോശം, ഏറ്റവും മോശം. അതുകൊണ്ട് സമാധാനത്തിനു പകരം നിങ്ങൾക്ക് സമ്മർദ്ദം അനുഭവപ്പെടുന്നു. വ്യക്തതയ്ക്കു പകരം നിങ്ങൾ ഓവർവെംഡാകുന്നു. ചിലപ്പോഴൊക്കെ നിങ്ങൾ ഒറ്റപ്പെട്ടതിനെ തിരഞ്ഞെടുക്കും. ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ടല്ല, നിങ്ങളുടെ മനസ്സ് വളരെ ശബ്ദമുള്ളതാണ്. അതിനുശേഷം പെർഫെക്ഷനിസം വരും. ഒന്നും മതിയായതായി തോന്നില്ല. കാരണം നിങ്ങൾക്കെല്ലായ്പ്പോഴും കൂടുതൽ മികച്ചതിനെ കൽപ്പിക്കാൻ കഴിയും. അതാണ് ആ വിരോധാഭാസം. നിങ്ങൾക്ക് ആഴം, ബോധം, ബുദ്ധി നൽകുന്ന അതേ മനസ്സ് സാധാരണ സന്തോഷം അനുഭവിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. കാരണം സന്തോഷം കൂടുതൽ ചിന്തിക്കുന്നതിലില്ല, എപ്പോൾ നിർത്തണമെന്ന് പഠിക്കുന്നതിലാണ്, ഒന്ന് വിട്ടുകളയുന്നതിൽ, ഒരു നിമിഷമെങ്കിലും. അവസാനം വിശകലനം ചെയ്യുന്നതിനു പകരം അനുഭവിക്കാൻ നിങ്ങളെ അനുവദിക്കുന്നതിലാണ്.